അച്ഛാ, രേവതി സ്റ്റേഷനിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് കിട്ടില്ലായിരുന്നു. ശരിക്കും ഇവളത് വാങ്ങിച്ചു തന്നത്. യാത്രക്കിടയിൽ സ്വാഭാവികമായിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഇതങ്ങനെയല്ല അച്ഛാ, ആരും മനഃപൂർവ്വം ബ്രേക്ക് തയ്യാറിലാക്കിയതാ. അതാരാ മനഃപൂർവ്വം തകരാറാക്കിയതോ? അതെ അച്ഛാ, സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരും പറഞ്ഞതാ. കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് പോലീസുകാരുടെ ബൈക്കിൽ ഞാൻ ഇടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞ കേൾക്കാതെ സ്റ്റേഷനിലേക്ക് എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയി. ആ പോലീസുകാരൻ കാറിന് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ആക്സിഡന്റിൽ പെട്ടു. ഒരു മെക്കാനിക്ക് ഒന്ന് പരിശോധിച്ചപ്പോഴാണ് ആരോ മനഃപൂർവ്വം ബ്രേക്ക് തയ്യാറിലാക്കിയാണെന്ന് മനസ്സിലായത്. എന്നെ കണ്ട കൈതരിക്കുന്നൊരു പോലീസുകാരനുണ്ടല്ലോ, അച്ഛനാളറിയാം. അന്ന് സുധിയെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടത് അയാളാ. അയാളുടെ ബൈക്കിലാ എൻ്റെ കാറിടിച്ചത്. എൻ്റെ കാറെടുത്ത് ആക്സിഡൻ്റ് ആയ പോലീസുകാരൻ കാറിൻ്റെ ബ്രേക്ക് ആരോ മനഃപൂർവ്വം തകരാറിലാക്കിയാണെന്ന് അയാളോട് പറഞ്ഞിരുന്നു. എനിക്കിട്ട് പണി തരാൻ വേണ്ടി ഇത് മറ്റാരോടും പറയരുതെന്ന് പോലീസുകാരനോട് അയാൾ പറഞ്ഞിരുന്നു. എങ്കിലല്ലേ എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിന്റെ ലൈസൻസ് ക്യാൻസലാക്കാൻ വേണ്ടി മനഃപൂർവ്വം അയാൾ ചെയ്തതാണോ? അതെ അച്ഛാ. ആക്സിഡന്റ് ആയ പോലീസുകാരൻ ഇക്കാര്യം സംസാരിക്കുന്നത് രേവതി കേട്ടിരുന്നു. അതിവിടെ എസ് ഐ സാറിനോട് പറഞ്ഞു. സത്യം മനസ്സിലാക്കിയ അദ്ദേഹം കാർ വിട്ടുവന്നു. ആ പോലീസുകാരന് നല്ലത് കൊടുത്തിരുന്നു എസ് ഐ സാറ്. ഇങ്ങനെയുണ്ടോ പോലീസുകാർ? ഈഗോയെ അദ്ദേഹത്തിന്, പകയും. അന്നത്തെ സംഭവത്തിന് ശേഷം എന്നെ കൊടുക്കാനുള്ള അവസരം നോക്കി നടക്കുക. ഇപ്പോഴും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ചീറ്റിപ്പോയി. അച്ഛാ, സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവം കൂടെയുണ്ട്. അല്ലെ, ആരാണ് ഈ കാറിന്റെ ബ്രേക്ക് തകരാറാക്കിയത്? എന്തിനാ അവരങ്ങനെ ചെയ്തേ? എന്നെ അപകടപ്പെടുത്താൻ, അല്ലാതെ എന്തിനാ? ആരാണിത് ചെയ്തതെന്നറിയില്ല. പക്ഷേ കാറിന്റെ കീ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. പുറത്തു പോകുമ്പോൾ കീ എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ കാണും. അച്ഛനും വന്നേ. ദേ, കീ ഞാൻ എപ്പോഴും വയ്ക്കുന്ന സ്ഥലം ഇവിടെയാ. ഇവിടെ ഇരുന്ന കീ എങ്ങനെ ഇത് ചെയ്തവരുടെ കൈ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മിനിഞ്ഞാന്ന് രാത്രി കാർ വീട്ടിൽ ഒതുക്കുന്നവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ആരോ ഇത് ചെയ്ത്. അല്ല, ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിന്നോട് വിരോധമുള്ള ആരും വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തുനിന്ന് വന്ന ശത്രുക്കൾ ആരെങ്കിലും തന്നെയായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. അതെ, ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ല, അല്ലെങ്കിൽ ഈ കാറിന്റെ കീ രാത്രി വീട്ടിൽ വെച്ചിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ അവരുടെ കൈ കിട്ടുക? ആ, അത് പോയിന്റ്. ഈ വീട്ടിലുള്ള ആരോ കീ എടുത്ത് അവർക്ക് കൊടുത്തതാ. അല്ലാതെ അവർക്കത് കിട്ടില്ല. ഇന്നലെ രാവിലെ ആണെങ്കിൽ സച്ചേട്ടൻ വച്ചെടുത്തേ കീ ഉണ്ടായിരുന്നില്ല. കീ ഇതാ അവിടെ തറയിൽ നിന്നാ കിട്ടിയത്.